ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഡിസംബർ മാസത്തിൽ ഏകദേശം 16ഓളം മലയാള സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നത്. ഈ സിനിമകളിൽ കേവലം 2 സിനിമകൾക്ക് മാത്രമാണ് ക്ലീൻ ഹിറ്റ് വിജയം അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കാനായിട്ടുള്ളത്. ഡിസംബറിന്റെ തുടക്കം, അതായത് ഡിസംബർ 5-നായിരുന്നു പ്രധാനപ്പെട്ട മലയാള സിനിമകളുടെ റിലീസ് ഉണ്ടായിരുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ പേരിൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് തിരക്കഥ സംവിധാനം ചെയ്ത കളങ്കാവൽ എന്ന സിനിമ ഡിസംബർ 5-നാണ് തിയേറ്ററിലെത്തിയത്. ഈ സിനിമ തന്നെയാണ് ഡിസംബർ മാസത്തിലെ ആദ്യ വിജയ സിനിമ. മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജീഷ വിജയൻ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ കേരളത്തിൽ 37 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 83 കോടി 25 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. എ.ബി. ബിനിൽ തിരക്കഥ സംവിധാനം ചെയ്ത പൊങ്കാല എന്ന സിനിമയും ഡിസംബർ 5-ന് തിയേറ്ററിലെത്തി. ശ്രീനാഥ് ഭാസി, കിച്ചു ടെല്ലസ്, സമ്പത്ത് റാം, ബാബുരാജ്, സാദിഖ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് കേരളത്തിൽ 75 ലക്ഷം രൂപ മാത്രമാണ് നേടിയെടുക്കാനായത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 1 കോടിക്ക് താഴെ മാത്രമേ ഈ സിനിമയ്ക്ക് കളക്ഷൻ നേടിയെടുക്കാനായിട്ടുള്ളൂ. ഇന്ദ്രജിത്ത് സുകുമാരൻ നായകനായി ജിതിൻ സുരേഷ് സംവിധാനം ചെയ്ത ധീരം എന്ന മലയാള സിനിമ തിയേറ്ററിലെത്തിയത് ഡിസംബർ 5-നായിരുന്നു. മികച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ എന്ന അഭിപ്രായം ഈ സിനിമ നേടിയെടുത്തിരുന്നു. ഈ സിനിമ കേരളത്തിൽ 1 കോടി 7 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 1 കോടി 24 ലക്ഷം രൂപയുമാണ്. ഇന്ദ്രൻസ് പ്രധാന താരമായി രാധേശ്യാം സംവിധാനം ചെയ്ത മലയാള സിനിമയാണ് മധുരക്കണക്ക്. ഹരീഷ് പേരടി, ഹരീഷ് കണാരം, വിഷ്ണു പേരടി എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. സിനിമ നിർമ്മിച്ചത് ഹരീഷ് പേരടി തന്നെയാണ്. ഈ സിനിമ 15 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. മനോജ് വാസുദേവ് സംവിധാനം ചെയ്ത ഖജൂരാഹോ ഡ്രീംസ് ഡിസംബർ 5-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ്. അർജുൻ അശോകൻ, ശ്രീനാഥ് ഭാസി, രാജ് അർജുൻ, ജോണി ആന്റണി, സൈജു കുറുപ്പ്, അമേയ മാത്യു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 48 ലക്ഷം രൂപയാണ് ഫൈനൽ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. ഡിസംബർ 5-ന് തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ മറ്റൊരു മലയാള സിനിമയാണ് ദി റൈഡ്. ഹൃദേശ് മേനോൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സുധി കോപ്പ, ശ്രീകാന്ത് മുരളി, ആൻ ശീതൾ, പ്രശാന്ത് മുരളി, മാല പാർവതി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 40 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഡിസംബർ 12-ന് 3 മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. എ.ജെ. വർഗീസ് തിരക്കഥ സംവിധാനം ചെയ്ത അടിനാശം വെള്ളപ്പൊക്കം എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ഷൈം ടോം ചാക്കോ, മഞ്ജു പിള്ള, ബൈജു, ബാബു ആന്റണി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഒരു ക്രൈം കോമഡി കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയ്ക്ക് വിജയിക്കാനായില്ല. 55 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. വിഷ്ണു വെഞ്ഞാറമൂട് സംവിധാനം ചെയ്ത ശ്രീ അയ്യപ്പൻ എന്ന മലയാള സിനിമയും ഡിസംബർ 12-ന് തിയേറ്ററിലെത്തിയിരുന്നു. അനീഷ് രവി, റിയാസ് ഖാൻ, സുധീർ കരമന, കോട്ടയം രമേശ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 14 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഗോകുൽ സുരേഷ് നായകനായി ജയറാം കൈലാസ് സംവിധാനം ചെയ്ത അമ്പലമുക്കിലെ വിശേഷങ്ങളായിരുന്നു ഡിസംബർ 12-ലെ 3ാമത്തെ റിലീസ്. ലാൽ ഗണപതി, മേജർ രവി, ഷഹീൻ സിദ്ദീഖ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് കേരളത്തിൽ 30 ലക്ഷം രൂപ മാത്രമാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ദിലീപ് നായകനായി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ബബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം ഡിസംബർ 18 വ്യാഴാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ബൈജു എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് അനുസരിച്ച് പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. സിനിമ ഇന്നലെ വരെയുള്ള 12 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 25 കോടി 65 ലക്ഷം രൂപയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 45 കോടി 50 ലക്ഷം രൂപയുമാണ്. ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 45 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്മസ് റിലീസായി ഡിസംബർ 25-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മിണ്ടിയും പറഞ്ഞും. അരുൺ ബോസ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ, അപർണ ബാലമുരളി, ജൂഡ് ആന്റണി ജോസഫ്, ജാഫർ ഇടുക്കി, മാല പാർവതി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 5 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 13 ലക്ഷം രൂപ മാത്രമാണ്. നിലവിൽ ഈ സിനിമ പരാജയം ഉറപ്പിച്ചിട്ടുണ്ട്. അമൽ കെ ജോബി തിരക്കഥ സംവിധാനം ചെയ്ത ആഘോഷം എന്ന മലയാള സിനിമയും ഡിസംബർ 25-ന് തിയേറ്ററിലെത്തിയിരുന്നു. ചിത്രത്തിൽ നരേൻ, ധ്യാൻ ശ്രീനിവാസൻ, വിജയരാഘവൻ, അജു വർഗീസ്, രഞ്ജി പണിക്കർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 5 ദിവസം കൊണ്ട് കേരളത്തിൽ 30 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 50 ലക്ഷത്തിന് താഴെ മാത്രമാണ്. ഷെയ്ൻ നിഗം നായകനായി വീര സംവിധാനം ചെയ്ത് ഡിസംബർ 25-ന് ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഹാൾ. സാക്ഷി വൈദ്യ, ജോണി ആന്റണി, അബിൻ ബിനോ, മധുപാൽ, സംഗീത എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 69 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ 90 ലക്ഷത്തിന് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിലെ അവസ്ഥ അനുസരിച്ച് ഈ സിനിമയ്ക്കും വിജയം നേടിയെടുക്കാനാകില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഡിസംബർ 25 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് സർവ്വമായ. നിവിൻ പോളി നായകനായി അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അജു വർഗീസ്, ജനാർദ്ദനൻ, റിയ ഷിബു, പൃഥ്വി മുകുന്ദൻ, മധു വാര്യർ എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 5 ദിവസം കൊണ്ട് കേരളത്തിൽ 22 കോടി 60 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 5 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 52 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തകർപ്പൻ വിജയമാണ് ഈ ഡിസംബറിൽ നിവിൻ പോളി ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. ഈ ഡിസംബറിൽ വമ്പം പരാജയം ഏറ്റുവാങ്ങിയ മലയാള സിനിമ മോഹൻലാലിന്റെ ഋഷഭയാണ്. ഡിസംബർ 25-ന് ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ നന്ദകിഷോറാണ് തിരക്കഥ സംവിധാനം ചെയ്തിട്ടുള്ളത്. മലയാളം, തെലുങ്ക് എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് കേരളത്തിൽ 5 ദിവസം കൊണ്ട് 76 ലക്ഷം രൂപ മാത്രമാണ് നേടിയെടുക്കാനായത്. വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമയ്ക്ക് 1.5 കോടി രൂപ മാത്രമേ നിലവിൽ നേടിയെടുക്കാനായിട്ടുള്ളൂ. മനോരമ വാക്സ് വഴി ഡയറക്റ്റ് OTT സ്ട്രീമിംഗ് ആരംഭിച്ച 5 മലയാള സിനിമകളും ഈ ഡിസംബറിലുണ്ടായിരുന്നു. അനിൽ മുഖത്തല സംവിധാനം ചെയ്ത ഉടുപ്പ് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. അതുൽ രംഗനാഥ് സംവിധാനം ചെയ്ത എലീസ എന്ന സിനിമയാണ് രണ്ടാമത്തെ റിലീസ്. ഷിബിൻ ജോസ്, ശ്രീഷ്ണ സുരേഷ്, ഭീമൻ രഘു എന്നിവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. റോബിൻ ജോസഫ് സംവിധാനം ചെയ്ത തെമ്മാടിക്കുന്നിലെ താന്തോന്നികൾ എന്ന സിനിമ മനോരമ മാക്സ് വഴി OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ആദി അനൂച്ചൻ, അനഘ ജോസ്, വർഷ പ്രസാദ്, സജു നവോദയ എന്നിങ്ങനെയാണ് താരങ്ങൾ.
ഷിജു ബാലഗോപാലൻ സംവിധാനം ചെയ്ത ഏറാൻ എന്ന സിനിമ മനോരമ മാക്സ് വഴി OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പ്രേമലത പുരുഷോത്തമൻ, അഭിജിത്ത് ചൂളിയാട്, ശ്യാം കൃഷ്ണൻ, വിനോദ് നെടുവല്ലൂർ എന്നിങ്ങനെയാണ് താരങ്ങൾ. ബിതിൻ ബാൽ സംവിധാനം ചെയ്ത പരലോകം എന്ന സിനിമയാണ് 5ാമത്തെ OTT റിലീസ്. ഭാസ്കരൻ കാവുന്തറ, ബിതിൻ ബാൽ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. അപ്പോൾ ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.